ആത്മീയ അന്വേഷണത്തിനായി കൊടുങ്കാട്ടിലെ ഗുഹയിൽ പിഞ്ചുകുഞ്ഞുങ്ങളോടൊപ്പം താമസിച്ച റഷ്യൻ യുവതിയെ രക്ഷിച്ചെടുത്ത സംഭവം കഴിഞ്ഞ ദിവസം കർണാടകയിലെ ഗോകർണയിൽ നടന്നു. സിനിമാ കഥയെ വെല്ലുന്ന സംഭവമായിരുന്നു അത്. രാമതീർത്ഥക്കുന്നിൻ മുകളിലുള്ള അപകടകരമായ ഗുഹയിൽ റഷ്യൻ യുവതിയും 2 പെൺമക്കളും താമസിക്കുന്നതായി കണ്ടെത്തിയത് പട്രോളിംഗിനിടെ ഗോകർണ പോലീസാണ്. ജൂലൈ 9 വൈകിട്ട് 5 മണിയോടെ ഗോകർണ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ശ്രീധറും സംഘവും വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാമതീർത്ഥക്കുന്നിൻ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് സംഭവം വെളിച്ചത്തു വന്നത്. വനത്തിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയ്ക്ക് സമീപം മനുഷ്യരുടെ ചലനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അന്വേഷണത്തിൽ റഷ്യൻ വംശജയായ നീന കുട്ടിന, അവരുടെ 2 പെൺമക്കൾ പ്രേമ, അമ്മ എന്നിവരോടൊപ്പം ഗുഹയ്ക്കുള്ളിൽ താമസിക്കുന്നതായി കണ്ടെത്തി. ഗോവയിൽ നിന്ന് ഗോകർണയിലേക്ക് ആത്മീയ ഏകാന്തത തേടിയാണ് താൻ യാത്ര ചെയ്തതെന്ന് നീന പോലീസിനോട് പറഞ്ഞു. നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ധ്യാനത്തിലും പ്രാർത്ഥനയിലും ഏർപ്പെടാനാണ് താൻ ഗുഹയിൽ താമസിച്ചതെന്നും നീന പറഞ്ഞു. ഗുഹ സ്ഥിതി ചെയ്യുന്ന രാമതീർത്ഥക്കുന്നിൽ കഴിഞ്ഞ ജൂലൈയിൽ വലിയ മണ്ണിടിച്ചിൽ സംഭവിച്ചിരുന്നു. വിഷപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള അപകടകരമായ വന്യജീവികളുടെ ആവാസ കേന്ദ്രമാണിത്. നീനയെ അപകടങ്ങളെക്കുറിച്ച് അറിയിച്ച ശേഷം പോലീസ് സംഘം കുടുംബത്തെ വിജയകരമായി രക്ഷപ്പെടുത്തി കുന്നിന്റെ താഴെയിറക്കി. യുവതിയുടെ അഭ്യർത്ഥന പ്രകാരം കുംത താലൂക്കിലെ ബങ്കികോട്ട്ല ഗ്രാമത്തിൽ 80 വയസ്സുള്ള വനിതാ സന്യാസിയായ സ്വാമി യോഗരത്ന സരസ്വതി നടത്തുന്ന ആശ്രമത്തിലേക്ക് ഇവരെ മാറ്റി. പാസ്പോർട്ടിന്റെയും വിസ രേഖകളുടെയും വിശദാംശങ്ങൾ പങ്കിടാൻ നീന മടിച്ചിരുന്നു. അനുവദനീയമായ കാലാവധി കഴിഞ്ഞും നീന ഇവിടെ തുടരുകയായിരുന്നു.